ഇന്റർനെറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പലവിധ ബ്രൗസറുകളാണ്. എന്നാൽ ലോകത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാവരും ഒരൊറ്റ ബ്രൗസർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിലെ ഒരു ചെറിയ നീല ഈ അക്ഷരം, അതെ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ കമ്പനികളിൽ ഒന്ന് നിർമ്മിച്ച, ഒരു കാലത്ത് വിപണിയുടെ 95% അടക്കി ഭരിച്ച ഈ ബ്രൗസർ എങ്ങനെയാണ് പിന്നീട് ഇന്റർനെറ്റിലെ തമാശകൾക്കും ട്രോളുകൾക്കും പാത്രമായത്? കോടിക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിനെ ഉപേക്ഷിച്ചത്? ഇതിന്റെ ഉയർച്ചയും തകർച്ചയും സാങ്കേതിക ലോകത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം ഇന്ന് അന്വേഷിക്കുന്നത്. ഇതൊരു വെറും ഒരു സോഫ്റ്റ്വെയറിന്റെ കഥയല്ല, മറിച്ച് നമ്മുടെ ആധുനിക ഇന്റർനെറ്റിന്റെ ചരിത്രം കൂടിയാണ്. 90കളുടെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വേൾഡ് വൈഡ് വെബ് എന്ന ആശയം സാധാരണക്കാരുടെ ഇടയിലേക്ക് പതിയെ എത്തിത്തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പേഴ്സണൽ കമ്പ്യൂട്ടർ വിപണിയിലെ അനിഷേധ്യ രാജാവായിരുന്നു മൈക്രോസോഫ്റ്റ്. എന്നാൽ ഇന്റർനെറ്റിന്റെ വളർച്ചയെ തുടക്കത്തിൽ മൈക്രോസോഫ്റ്റ് അത്ര കാര്യമാക്കിയിരുന്നില്ല. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ ആയിരുന്നു അന്ന് ഇന്റർനെറ്റ് ലോകത്തെ താരം. വെബ് ലോകം കമ്പ്യൂട്ടർ വ്യവസായത്തെ മാറ്റിമറിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് തിരിച്ചറിയുന്നത് 1995-ലാണ്. അദ്ദേഹം തന്റെ ജീവനക്കാർക്ക് ഇന്റർനെറ്റ് ടൈഡൽ വേവ് എന്ന പേരിൽ ഒരു മെമ്മോ അയച്ചു. ഇന്റർനെറ്റ് എന്നത് ഒരു വലിയ തിരമാലയാണെന്നും അതിനെ നേരിടാൻ കമ്പനി പൂർണ്ണമായും സജ്ജമാകണമെന്നും അദ്ദേഹം അതിൽ വ്യക്തമാക്കി. ഇന്റർനെറ്റ് ലോകം കീഴടക്കാൻ മൈക്രോസോഫ്റ്റിന് സ്വന്തമായി ഒരു ബ്രൗസർ വേണമായിരുന്നു. എന്നാൽ ആദ്യം മുതൽ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ സമയമില്ലാത്തതിനാൽ സ്പൈഗ്ലാസ് മൊസൈക്ക് എന്ന ബ്രൗസറിന്റെ ലൈസൻസ് അവർ വാങ്ങി. ഇതിൽ മാറ്റങ്ങൾ വരുത്തി 1995-ൽ വിൻഡോസ് 95-ലെ ഒരു ആഡ് ഓൺ ഫീച്ചറായി ആദ്യത്തെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറങ്ങി. തുടർന്ന് നടന്നത് സാങ്കേതിക ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നാണ്. ഇതിനെ ചരിത്രത്തിൽ ബ്രൗസർ വാഴ്സ് എന്ന് വിളിക്കുന്നു. നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ലക്ഷ്യം. ഇതിനായി അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പൂർണ്ണമായും സൗജന്യമായി നൽകാൻ അവർ തീരുമാനിച്ചു. മാത്രമല്ല, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊപ്പം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ അതിനെ കമ്പ്യൂട്ടറുകളുടെ ഒരു അവിഭാജ്യ ഘടകമാക്കി മാറ്റി. പുതിയതായി ഒരു വിൻഡോസ് കമ്പ്യൂട്ടർ വാങ്ങുന്ന ഏതൊരാൾക്കും അതിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മുൻകൂട്ടി ലഭിച്ചിരുന്നു. ഇത് നെറ്റ്സ്കേപ്പിന് വലിയ തിരിച്ചടിയായി. പണം കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന നെറ്റ്സ്കേപ്പിന് സൗജന്യമായി ലഭിക്കുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോററുമായി പിടിച്ചു നിൽക്കാനായില്ല. വളരെ വേഗം തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ ഉപയോക്താക്കളുടെ എണ്ണം കുതിച്ചുയർന്നു. എന്നാൽ മൈക്രോസോഫ്റ്റിന്റെ ഈ നീക്കം നിയമപരമായ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. വിൻഡോസ് എന്ന തങ്ങളുടെ കുത്തക ഉപയോഗിച്ച് ബ്രൗസർ വിപണിയിലെ മത്സരത്തെ മൈക്രോസോഫ്റ്റ് ഇല്ലാതാക്കുന്നു എന്നാരോപിച്ച് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് മൈക്രോസോഫ്റ്റിനെതിരെ കേസ് നൽകി. ഇന്റർനെറ്റ് എക്സ്പ്ലോററിനെ വിൻഡോസിൽ നിന്ന് മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ വാദം. എന്നാൽ ഉപഭോക്താക്കൾക്ക് മറ്റ് ബ്രൗസറുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കമ്പനി നിഷേധിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കമ്പനിയെ രണ്ടായി വിഭജിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും പിന്നീട് നടന്ന ഒത്തുതീർപ്പിലൂടെ മൈക്രോസോഫ്റ്റ് അതിൽ നിന്നും രക്ഷപ്പെട്ടു. എങ്കിലും ഈ കേസ് സാങ്കേതിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ നിയമ പ്രശ്നങ്ങൾക്കിടയിലും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അതിന്റെ സുവർണ കാലത്തേക്ക് കടക്കുകയായിരുന്നു. 2003 ആകുമ്പോഴേക്കും ലോകത്തെ ഇന്റർനെറ്റ് ഉപയോക്താക്കളിൽ 95% ഉപയോഗിച്ചിരുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 5, 6 എന്നീ പതിപ്പുകൾ വിപണിയിൽ വൻ വിജയമായി. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പൂർണ്ണമായും ഇന്റർനെറ്റ് എക്സ്പ്ലോററിനെ ആശ്രയിച്ചു തുടങ്ങി. മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ആക്റ്റീവ് എക്സ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കമ്പനികൾ തങ്ങളുടെ ഇന്റർനെറ്റ് ആപ്ലിക്കേഷനുകൾ നിർമ്മിച്ചു. ഇത് കാരണം മറ്റൊരു ബ്രൗസറിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേർന്നു. ഇന്റർനെറ്റ് എന്നാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ലോകം മുഴുവൻ തങ്ങളുടെ കൈക്കുള്ളിലായെന്ന ആത്മവിശ്വാസത്തിൽ മൈക്രോസോഫ്റ്റ് തുടർ നടപടികൾ മറന്നു. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ തകർച്ചയുടെയും തുടക്കം. 2001-ൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 6 പുറത്തിറക്കിയ ശേഷം പിന്നീടുള്ള 5 വർഷത്തേക്ക് പുതിയ മാറ്റങ്ങളൊന്നും അതിൽ വരുത്താൻ മൈക്രോസോഫ്റ്റ് തയ്യാറായില്ല. ഈ കാലയളവിൽ ഇന്റർനെറ്റ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയായിരുന്നു. എന്നാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പഴയപടി തന്നെ തുടർന്നു. ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമായി. വൈറസുകളും മാൽവെയറുകളും വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ടറുകളിലേക്ക് കയറാൻ ബ്രൗസറിലെ സുരക്ഷാ വീഴ്ചകൾ കാരണമായി. ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ 10-15 മറ്റ് പരസ്യ വിൻഡോകൾ തുറന്നുവരുന്ന പോപ്പപ്പ് ശല്യം ഉപയോക്താക്കളെ പൊറുതിമുട്ടിച്ചു. ഇതെല്ലാം പുറമെ വെബ് ഡെവലപ്പർമാരുടെ ഏറ്റവും വലിയ ശത്രുവായി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മാറി. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം മുന്നോട്ട് വെച്ച ആഗോള വെബ് സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ മൈക്രോസോഫ്റ്റ് തയ്യാറായിരുന്നില്ല. തങ്ങളുടേതായ നിയമങ്ങൾ മാത്രമാണ് അവർ പിന്തുടർന്നത്. ഇത് കാരണം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റു ബ്രൗസറുകൾക്ക് വേണ്ടി ഒരു കോഡും ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് വേണ്ടി മാത്രം മറ്റൊരു കോഡും എഴുതേണ്ട ഗതികേടിലായി പ്രോഗ്രാമർമാർ. പതിയെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സാങ്കേതിക ലോകത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചു തുടങ്ങി. മാറ്റങ്ങൾ അനിവാര്യമായ ആ സമയത്താണ് പുതിയ എതിരാളികളുടെ കടന്നുവരവ്. മുൻപ് പരാജയപ്പെട്ട നെറ്റ്സ്കേപ്പിന്റെ ചാരത്തിൽ നിന്നും
മോസില ഫയർഫോക്സ് എന്നൊരു പുതിയ ബ്രൗസർ 2004 അവതരിപ്പിക്കപ്പെട്ടു. ടാബ്ഡ് ബ്രൗസിംഗ്, പോപ്പപ്പ് ബ്ലോക്കറുകൾ തുടങ്ങി ഉപയോക്താക്കൾ ആഗ്രഹിച്ച ഒട്ടേറെ പുതിയ മാറ്റങ്ങളുമായാണ് ഫയർഫോക്സ് വന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ വേഗതയില്ലായ്മയിലും സുരക്ഷാ പ്രശ്നങ്ങളിലും മടുത്തിരുന്ന ആളുകൾ ഫയർഫോക്സിലേക്ക് മാറാൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ പ്രഹരം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. 2008 ഗൂഗിൾ തങ്ങളുടെ സ്വന്തം ബ്രൗസറായ ഗൂഗിൾ ക്രോം പുറത്തിറക്കി. വളരെ ലളിതമായ രൂപകൽപ്പനയും V8 എന്ന അതിവേഗ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനുമായി വന്ന ക്രോം ഇന്റർനെറ്റ് ലോകത്തെ ഞെട്ടിച്ചു. ഓരോ ടാബുകളും വെവ്വേറെ പ്രവർത്തിക്കുന്ന സാൻഡ്ബോക്സിംഗ് സാങ്കേതികവിദ്യ ക്രോമിനെ കൂടുതൽ സുരക്ഷിതമാക്കി. ആളുകൾ കൂട്ടത്തോടെ ക്രോമിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ വിപണി വിഹിതം കുത്തനെ താഴേക്ക് പതിച്ചു. എതിരാളികൾ വിപണി കീഴടക്കുന്നത് കണ്ട് മൈക്രോസോഫ്റ്റ് ഉറക്കമുണർന്നു. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 7, 8, 9 തുടങ്ങിയ പുതിയ പതിപ്പുകൾ അവർ വേഗത്തിൽ പുറത്തിറക്കി. ടാബുകൾ, മെച്ചപ്പെട്ട സുരക്ഷ, വെബ് സ്റ്റാൻഡേർഡുകൾക്കുള്ള പിന്തുണ എന്നിവ അവർ ഉൾപ്പെടുത്തി. ഹാർഡ്വെയർ ആക്സിലറേഷൻ പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളും അവർ കൊണ്ടുവന്നു. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം വളരെ വൈകിപ്പോയിരുന്നു. ഉപയോക്താക്കളുടെ മനസ്സിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നത് വേഗതയില്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമായ ഒരു പഴയ സോഫ്റ്റ്വെയർ ആണെന്ന ചിന്ത ഉറച്ചു പോയിരുന്നു. ക്രോം ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറായി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മാറി എന്ന പരിഹാസം ഇന്റർനെറ്റിൽ നിറഞ്ഞു. ഈ പ്രതിച്ഛായ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട മൈക്രോസോഫ്റ്റ് 2015 വിൻഡോസ് 10 മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന പുതിയൊരു ബ്രൗസർ കൂടി അവതരിപ്പിച്ചു. ഒടുവിൽ ഗൂഗിൾ ക്രോമിന്റെ അടിസ്ഥാനമായ ക്രോമിയം സാങ്കേതികവിദ്യ തന്നെ എഡ്ജിനും ഉപയോഗിക്കാൻ മൈക്രോസോഫ്റ്റ് നിർബന്ധിതരായി. 27 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഇതിഹാസത്തിന് തിരശീല വീഴാൻ സമയമായിരുന്നു. 2022 ജൂൺ 15 ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ സേവനം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നതായി മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു. വിൻഡോസ് അപ്ഡേറ്റുകളിലൂടെ കമ്പ്യൂട്ടറുകളിൽ നിന്നും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. എങ്കിലും ഇപ്പോഴും പഴയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ചില കോർപ്പറേറ്റ് കമ്പനികൾക്കായി മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഒരു IE മോഡ് നൽകിയിട്ടുണ്ട്. ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇന്റർനെറ്റ് ചരിത്രത്തിൽ നൽകിയ സംഭാവനകൾ മറക്കാനാവാത്തതാണ്. സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് ഉപയോഗം എളുപ്പമാക്കിയത് ഈ ബ്രൗസറാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ആധുനിക വെബ് സാങ്കേതിക വിദ്യകളുടെയും തുടക്കം ഇന്റർനെറ്റ് എക്സ്പ്ലോററിലൂടെയായിരുന്നു. പേജ് റീലോഡ് ചെയ്യാതെ തന്നെ വിവരങ്ങൾ പുതുക്കാൻ സഹായിക്കുന്ന അജാക്സ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ കൊണ്ടുവന്നതാണ്. എന്നാൽ കുത്തകയായി മാറിയപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ വിമുഖത കാണിച്ചത് അവരുടെ ഏറ്റവും വലിയ തെറ്റായി മാറി. ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മാറാൻ തയ്യാറായില്ലെങ്കിൽ എത്ര വലിയ കമ്പനിയാണെങ്കിലും കാലം അവരെ പിന്തള്ളുമെന്ന പാഠമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ആരും എക്കാലത്തും വിജയികളായി തുടരില്ല. നിരന്തരമായ മാറ്റങ്ങളും പുതിയ കണ്ടെത്തലുകളുമാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു കാലത്ത് ലോകം മുഴുവൻ ഇന്റർനെറ്റിലേക്ക് നോക്കിയ ആ ചെറിയ ബ്ലൂ വിൻഡോ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഉപയോക്താക്കളുടെ വിശ്വാസം എപ്പോഴും നിലനിർത്തേണ്ട ഒന്നാണെന്നും നൂതന ആശയങ്ങൾ ഒരിക്കലും അവസാനിക്കരുതെന്നും ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.